ഹലോ വിമലമ്മ, വെൽക്കം ടു VMC മലയാളമ്മ. മേഡം എപ്പോഴാ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയ? എന്തൊക്കെ അനുഭവം? എന്റെ പിതാജിക്കും മാതാജിക്കും എന്റെ ഭൂമി മാതാവിനും ഉറക്കെ പറയൂ. എല്ലാവർക്കും നന്ദിയും വാത്സല്യവും അറിയിച്ചുകൊണ്ട് അമ്മ എത്ര കാലായി വിമല? 2 വർഷം. 2 വർഷമായി അല്ലേ? 2 വർഷം. അമ്മയ്ക്ക് വയസ്സ് എത്രയായി? എനിക്കിപ്പം 71 ആയി. 71 വയസ്സ്. ഓക്കെ. യെസ്. അമ്മയ്ക്ക് ധ്യാനം ചെയ്യുമ്പോ ഹാപ്പി ആയിട്ടുണ്ടോ? നല്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചുമ, പിന്നെ ദേഹം ചൊറിച്ചില് ഇടക്കിടക്ക്. അപ്പോഴൊക്കെ ഞാൻ വിളിക്കുമ്പോ കിട്ടുന്നത് എനിക്ക് ധ്യാനം ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട്. അപ്പൊ അമ്മ കണ്ണു തുറക്കാതെ അവര് അടുത്ത് വെള്ളം എടുത്ത് വെച്ചിട്ട് തുപ്പിക്കോളി, അത് ശരിയാവുള്ളൂ. കുറെ ശരിക്കും നല്ലോണം കഷ്ടപ്പെട്ടു. ചുമ വന്നല്ലേ? ചുമ വരുമായിരുന്നു ക്ലെൻസിങ് നടക്കുമ്പോ. ഇപ്പൊ മാറിയോ? ഇപ്പൊ നല്ലോണം മാറിയെന്ന് വേണം പറയാൻ. പിന്നെ എന്റെ കണ്ണിന്റെ ഒരു പ്രോബ്ലം ഉറക്കെ പറയുമ്പോ 2 മൈക്ക് വെച്ചിട്ടും കേൾക്കുന്നില്ല. കണ്ണിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഈ കാറ്ററാക്ട് തിമിരത്തിന്റെ. അപ്പൊ അതിങ്ങനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് 1 വർഷം കൊണ്ട് കണ്ണാശുപത്രിയിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. ഓക്കെ ആവല്ലോ. ഒന്നും BP കൂടും. അങ്ങനെ എനിക്ക് BP ഇല്ലായിരുന്നു. BP കൂടും. പിന്നെ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പിന്നെ തൈറോയിഡിന്റെ പ്രശ്നം. പിന്നെ കണ്ണിന് ഒരു ഇതിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുമ്പോഴൊക്കെ തെന്നി വീഴും. എത്രയും പെട്ടെന്ന് ചെയ്ത് ചുമ കുറയുന്നേ ഇല്ല. പിന്നെ എന്നെ TB സെന്ററിലേക്ക് വിട്ടു. അവിടെ ചെല്ലുമ്പോ അങ്ങനെ TV ഒന്നും കാണുന്നില്ല. പിന്നെ കൊറേയൊക്കെ HIV അങ്ങനെയുള്ള കുറെ അങ്ങനത്തെ അതെല്ലാം ബ്ലഡ് എടുത്തില്ല. നമുക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചുമ ഇതെന്തുകൊണ്ടാണ്? അപ്പൊ ഞങ്ങൾക്ക് തൈറോയിഡ് പ്രശ്നമുള്ളതുകൊണ്ടായിരുന്നു. ചെറുതിലേ ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മളിത് കൊണ്ട് നടന്നു വലുതായി. 2 ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതുകൊണ്ട് ബ്ലീഡിങ് ആയി. പിന്നീടാണ് കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചിട്ട് പിന്നെ ഇതിന്റെ അൾട്രാസൗണ്ട് കഴിച്ചോണ്ട് ഇപ്പഴും കഴിച്ചോണ്ട് ഇന്ന് ഞാൻ കഴിച്ചില്ല. അങ്ങനെയൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു പിന്നെ ബോഡി പെയിൻ. എപ്പോഴും ബോഡി പെയിൻ. ആഹാരം വന്ന് കാണുമ്പം തന്നെ ഒരു വയറൊരു പെരുക്കവും, നേരെ കഴിക്കാൻ പറ്റൂല, ജോലി ചെയ്യാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ജോലിക്ക് പോകുമായിരുന്നു. കെൽട്രോണിലായിരുന്നു കരകുളം കെൽട്രോൺ. അതുകൊണ്ട് ആ ജോലി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജയിച്ചിരുന്നത്. പിന്നെ ഞാൻ വേറെയൊക്കെ മെഡിറ്റേഷനൊക്കെ പോയിട്ടുണ്ട്. മെഡിറ്റേഷൻ അല്ല, ധ്യാനം. അവിടെയൊക്കെ വീട്ടിലൊന്നും പറഞ്ഞാൽ നടക്കൂല. ഈ ജോലിയുടെ ഇടയിൽ കൂടി ഇത്തിരി ഒരു 5 മിനിറ്റ് അവിടെ ചെന്നിരുന്ന് ധ്യാനം ചെയ്യും. അപ്പോഴവരും അവരുടേതായിട്ടുള്ള ചുമക്കൊക്കെ ഉള്ള മരുന്നും ഇതുമൊക്കെ. അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. അതൊക്കെ ഇനി പുറത്ത് പോകണമെങ്കിൽ 1 ദിവസം തന്നെ വേണം. അപ്പൊ പറയുന്ന പോലെയൊക്കെ ഞാൻ പോകുമായിരുന്നു. എന്നിട്ടും പിന്നെ പറ്റണില്ല. പിന്നീട് അവിടെ സ്റ്റേ ചെയ്യണം അവർക്ക്. അതെനിക്ക് പറ്റൂലല്ലോ. ജോലിയുള്ള കാരണം അല്ലേ? ജോലിയുള്ള കാരണം. വീട്ടിൽ പിന്നെ നമുക്ക് രാത്രി തങ്ങാൻ പറ്റില്ല. ഓക്കെ. ഇപ്പൊ ഈ മെഡിറ്റേഷനിൽ വന്നപ്പോ ഒരു പ്രശ്നമില്ല അമ്മയ്ക്ക്? ചുമയൊക്കെ മാറി? എല്ലാം ഓക്കെ ആയിരിക്കും. വർഷങ്ങളായിട്ടുള്ള ചുമയാണ് മാറിയത്. അപ്പൊ അത് വലിയൊരു സന്തോഷം. പിന്നെ ഭയങ്കര ഒരു സന്തോഷമല്ലേ. ഞങ്ങളന്ന് ഇവിടെ ഹൈദരാബാദിൽ പോയപ്പോഴത്തേക്ക് അവിടെ അവരെടുത്തപ്പോ ഇതൊക്കെ പറയാതെ എല്ലാരും എന്നെ സമ്മതിക്കില്ല. അതൊക്കെ ഇനി ഒന്നേന്ന് പറഞ്ഞു വരും, സമയം ഒരുപാട്. അപ്പൊ ഇതെടുത്താണെങ്കിൽ അതൊരു റീസണാണ്. അത് ആദ്യം മുതലേ അമ്മ പറയട്ടെ എന്ന് സമ്മതിക്കില്ലോ. സൗണ്ട് പോലുമില്ല. അതല്ല, എന്താ അറിയോ, അവിടെ ഭാഷയും പ്രോബ്ലം അല്ലേ? അവർ പറയുന്നത് മലയാളിയായിരുന്നു. മാഡം അങ്ങോട്ട് പറഞ്ഞെന്ന് പറഞ്ഞേ. ഓർക്കുന്നു. മുരളിയാണ്, അശോകനാ. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് അതെടുത്ത് അവിടെ കൊടുക്കാം. അത് ശരി. കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ VMC കൂടെ പറയുന്നില്ലേ അമ്മ? ഇപ്പൊ ഇത് ഒരുപാട് പേര് കേൾക്കും. അതെ. ഓക്കെ. ഒരുപാട് അസുഖങ്ങൾ മാറും. പിന്നെ ഒരു മുട്ടുവേദന, കാലുവേദന, അതൊക്കെ എന്റെ അഹങ്കാരം കൊണ്ട് വന്നതാണ്. എന്നിട്ട് ഇച്ചിരി കുറഞ്ഞു വരുമ്പോ നമുക്ക് എടുക്കാൻ പറ്റാത്ത ജോലികളൊക്കെ നമ്മളെടുക്കും. നമ്മൾ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും. വരുമ്പോ പിന്നെ എനിക്ക്